ഇമാം ജുബൈനി അദ്ദേഹം ആദ്യം വലിയ അശ്ശരിയായിരുന്നു. പിന്നെ അദ്ദേഹം അഹ്ലുസുന്നയ്ക്ക് മടങ്ങി കുറേ കാലം കിതാബ് ഓതി. അല്ലാണ്ട് ഏകത്വം ബോധ്യപ്പെടാൻ വേണ്ടി പല വഴിക്കും ആലോചിച്ചിട്ടും ബോധ്യപ്പെടുന്നില്ല. കാരണം അശ്ശരി അഖീദ പ്രകാരം ആദ്യം സംശയം വേണമെന്നാണ്. പാപ്പ മുസ്ലിം ആയപ്പോൾ മക്കളൊക്കെ പാടെ ഇസ്ലാമിക്ക് വന്നു, ഓനെ മുസ്ലിമായി കൂട്ടൂല. അശ്ശരിയത്ത് പ്രകാരം അതാണ്. ഒരു വാപ്പാക്ക് ഇസ്ലാം ബോധ്യപ്പെട്ടു. ബാപ്പ പെരിയ മക്കളോട് പറഞ്ഞു, മക്കളെ ഇസ്ലാമാണ് ശരി, ഞാനെതായാലും ഇസ്ലാമിക്ക് പോകുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോരി, ഇതായിക്കോട്ടെ ഞങ്ങളും പോരാ, എല്ലാവരും കൂടി മുസ്ലിമായി. ഓരോ മുസ്ലിമായി കൂട്ടാൻ പറ്റില്ല അശ്ശരിയത്ത് പ്രകാരം. അശ്ശരിയത്ത് പ്രകാരം ആദ്യം ഉണ്ടാവേണ്ടത് ശക്കാണ്, സംശയം ഉണ്ടാകണം. ഈ ലോകം എങ്ങനെ ഉണ്ടായി, ഇതിനൊക്കെ ഇപ്പോൾ ഒരു സൃഷ്ടാവ് ഉണ്ടാവുമോ എന്ന് സംശയം വരണം. എന്നിട്ട് ആ സംശയം വെച്ചിട്ട് അവൻ പിന്നെ ചിന്തിക്കണം, ഫിക്ർ വേണം. ആദ്യം ശക്ക്, പിന്നെ ഫിക്ർ, ചിന്തിക്കണം. ആ ചിന്തിക്കുമ്പോൾ പല തെളിവും പിടിക്കണം. ആകാശങ്ങൾ നിൽക്കുന്നുണ്ട്, സൂര്യൻ എന്തെങ്കിലും വന്നും പോകുന്നുണ്ട്, അപ്പോൾ ഇതൊക്കെ ഏതെങ്കിലും കൺട്രോൾ ചെയ്യാതെ ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അങ്ങനത്തെ തെളിവുകൾ, ബുദ്ധിപരമായ തെളിവുകൾ വെച്ചുകൊണ്ട് അവന് ബോധ്യപ്പെടണം ഇതിന് സട്ടാവുണ്ട്, ആ സട്ടാവ് ഏകനാണ്. എന്നിട്ട് അതിന് ആയത്ത് ഹദീസും ഉപയോഗമായി കിട്ടിയിട്ട് സ്വീകരിക്കണം. അല്ല നമ്മൾ അതിന് ഒരു ആയത്ത് കൊണ്ടെടുത്തു, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹ് ഏകനാണ്, ഓനെ ബോധ്യപ്പെട്ടു, ആ മുസ്ലിമായി പറ്റൂല. ഒരു മുസ്ലിമായി അവലൊരു വാജിബ്, ഒരു മുക്കല്ലഫിൻ്റെ ഒന്നാമത്തെ ബാധ്യത എന്നുള്ളത് ശക്കാണ്, സംശയമുണ്ടാവലാണ് എന്നാണ് അശ്ശരി ത്വരീഖത്ത് പ്രകാരം. അതുകൊണ്ടാണ് അശ്ശരിയത്തിൽ ഏറ്റവും ടോപ്പിലേക്ക് പോയ ആളുകളൊക്കെ സംവാദവേളയിൽ ചോദ്യത്തിന് കുടുങ്ങിയിട്ടുണ്ട്. സംവാദത്തിൽ വന്നപ്പോൾ അഹ്ലുസുന്ന ചോദിച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇന്ന് മുസ്ലിം സാധാരണക്കാർ മഹാഭൂരിപക്ഷവും ഇങ്ങനെ ചിന്തിച്ചും പഠിച്ചും ആലോചിച്ചും മുസ്ലിം ആയവരല്ല. ഒന്നുകിൽ ജന്മനാ മുസ്ലിം ആയവർ, അല്ലെങ്കിൽ നാട് മാറിയപ്പോൾ കുടുംബം മാറിയപ്പോൾ ഒന്നാകെ ഇസ്ലാമിക്ക് വന്നവര്. അപ്പോൾ അവരൊക്കെ മുസ്ലിമാണോ എന്ന് ചോദിച്ചപ്പോൾ പിടുത്തം വിട്ട് ചില ശരികൾ പറഞ്ഞു, പോലെയൊക്കെ കാഫിറാണ് എന്ന് പറഞ്ഞു. ചിലർക്കത് പറയാൻ ധൈര്യമില്ല, ഒരു മുസ്ലിം അല്ല പക്ഷെ കാഫിറ ഞങ്ങൾ പറയില്ലാറ്, കാഫിറാന്ന് പറയില്ല, മുസ്ലിം അല്ല. ആ പോയിന്റിലാണ് ജുവൈനൊക്കെ തിരിയുന്നത്. അപ്പം ജുവൈനിക്ക് നിങ്ങളുടെ ഉറച്ച് കിട്ടാൻ വേണ്ടി കുറേ കിതാബ് ഓതി, പല ചിന്തിച്ചു, കുറേ കാലം അവിടെയും പടി തണ്ടി തന്നെ നടന്നിട്ട് കുറേ ആലോചിച്ചു. പക്ഷേ മനസ്സിക്കൊരു യക്കീൻ ഇങ്ങോട്ട് ആകണില്ല. അപ്പം കാണുന്ന എല്ലാ സ്ഥലത്തും ഇങ്ങനെ മൂപ്പര് ഓരോ ചോദ്യം ചോദിക്കും, എല്ലാവരോടും ഇങ്ങനെ ചോദിക്കും, അങ്ങനെ മൂപ്പർക്കൊരു യക്കീൻ കിട്ടാൻ വേണ്ടി. അങ്ങനെ പാടത്ത് കൂടി പോകുമ്പോൾ ഒരു വയസ്സായ വല്യമ്മണ്ട് പാടത്ത് കൃഷി ചെയ്യണേ. അപ്പോൾ ഈ വല്യമ്മയോട് ചോദിച്ചു, അല്ലാഹ് ഒന്നാമത് തെളിവ് എന്താ ചോദിച്ചു. അതിന് വല്യമ്മ കൈക്കോട്ട് താങ്ങി, എന്താ എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ട് ചോദിച്ചേ, ഇത്ര വലിയ ആളായിട്ട് അല്ലാഹ് ഒന്നുള്ള എനിക്ക് മനസ്സിലായിട്ട് ചോദിച്ചാണ്ട് തല്ലാ പോകിയതാണ്. അപ്പോഴാണ് ജുവൈനി പറഞ്ഞത്, ഇവിടുത്തെ ഈ കിഴവികളായ സ്ത്രീകളെ ഈമാനെങ്കിലും എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എന്നോ രക്ഷപ്പെടുമായിരുന്നു എന്ന്. കാരണം ഒരു കിതാബ് ഇതിലൊന്നുമില്ല, ഒരു കിതാബ് ഇതില്ല, അങ്ങനത്തെ ഒരു സംഭവം അറിയില്ല. പക്ഷെ ഓർക്ക് അത്രയും ബോധ്യമാണ് അല്ലാഹ് ഏകനാണ്. അപ്പം ആ കിഴവികൾക്കുള്ള യക്കീനെങ്കിലും ആ ഈമാനെങ്കിലും ഇത്രയും കോലം കിതാബ് എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ഈ ഗതി ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം മരിക്കുമ്പോൾ പ്രഖ്യാപിക്കുന്നുണ്ട്, ഞാൻ ഇവിടുത്തെ കിഴവികളുടെ ഈമാന പ്രകാരമാണ് ഞാൻ മരിച്ചു പോണത് എന്നൊക്കെ അദ്ദേഹം മരിക്കുന്ന മുമ്പ് പ്രഖ്യാപിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ കുറേ കിതാബ് ഓതിയതുകൊണ്ട് മാത്രം യക്കീൻ ഉണ്ടായിക്കൊള്ളുന്നില്ല, ഒന്ന് ഓതിയ എന്നുള്ളതുകൊണ്ട് യക്കീൻ ഉണ്ടാവില്ല എന്നുമില്ല. മനസ്സിനത് ബോധ്യം വരിക എന്നതാണ് പ്രധാനം. അല്ലാഹു അഅലം. ശരി, അപ്പോൾ നമുക്ക് അർത്ഥം വെക്കാം. അൻ ഹുദൈഫ അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി തങ്ങൾ പറഞ്ഞു, വല്ലദി നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാകുന്നു സത്യം, ലതഅ്മുറുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം, വലതൻഹവുന്ന അനിൽ മുൻകർ, നിങ്ങൾ തിന്മ വിലക്കുക തന്നെയും വേണം, ഔ ലയൂശിക്കന്നല്ലാഹു അൻ യബ്അസ അലൈക്കും ഇഖാബൻ മിൻഹു, അല്ലെങ്കിൽ അല്ലാഹു തആല അവനിൽ നിന്നുള്ള ശിക്ഷയെ നിങ്ങളെ മേൽ അയക്കുമാറാകും, സുമ്മ തദ്ഉനഹു, പിന്നീട് നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കും, ഫലാ യുസ്തജാബു ലക്കും, നിങ്ങൾക്കപ്പോൾ ഉത്തരം നൽകപ്പെടുകയില്ല. തിർമിദിയു, ഇമാം അബൂ ഈസ തിർമിദി റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്ത വചനങ്ങളാണ് ഇതിൽ കൊടുത്ത വാക്കുകൾ എന്നർത്ഥം. അല്ലാഹു അഅലം. റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കും.